നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെക്കപ്പിൽ അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം സച്ചിദാനന്ദനാ. ഡോക്ടർ, അത് എനിക്ക് ഡോക്ടർ ഹെൽപ്പ് ചെയ്യണം. ഒരിക്കലും അർച്ചനയ്ക്കാണ് പ്രശ്നമെന്ന് അവൾ അറിയരുത്. അതിന് പകരമായിട്ട് എനിക്കാണ് പ്രശ്നമെന്ന് ഡോക്ടർ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരിക്കലും ഇക്കാര്യം അവൾ അറിയാൻ ഇടവരരുത്. ഇക്കാര്യത്തിൽ ഡോക്ടർ എനിക്കൊപ്പം നിന്നേ പറ്റൂ. ഇത് ജീവിതമാണ്. ഡോക്ടർ ഇപ്പോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഡോക്ടറോട് അപേക്ഷിക്കുകയാണ് ഞാൻ. ഡോക്ടർ, എന്നെ കൈവിടരുത്. സച്ചിയുടെ പ്രോബ്ലം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് ഞാൻ സച്ചിയോട് പറഞ്ഞിട്ടില്ല. അർച്ചനയോട് ചോദിച്ചിട്ടാകാന്ന് കരുതി. സച്ചിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും കാര്യമില്ല അർച്ചന. ഒരിക്കലും ഒരു കുഞ്ഞിനെ അർച്ചനയ്ക്ക് തരാൻ സച്ചിക്കാവില്ല. ഇത് ഞാൻ സച്ചിയോട് പറഞ്ഞ ആ പാവം തകർന്നു പോവും. ആ തകർച്ചയിൽ നിന്ന് വേഗം റിക്കവർ ആയെന്നും വരില്ല. അർച്ചനയുടെ അഭിപ്രായം കൂടി അറിയണം. സച്ചിയോടുള്ളത് പറഞ്ഞ് അയാളെ കൂടെ വിഷമിപ്പിക്കണോ, അതോ ഒരു ചെറിയ കള്ളം പറഞ്ഞ് മുന്നോട്ട് ജീവിക്കണോ? ഈ സാഹചര്യത്തിൽ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കേണ്ടത് അർച്ചനയാണ്. നമ്മൾ പറയാതെ തന്നെ സച്ചി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നേരത്തെ പറഞ്ഞത് തന്നെ സംഭവിക്കും. വേണ്ട ഡോക്ടർ, സച്ചിനെ ഇത് അറിയിക്കണ്ട. എന്നെങ്കിലും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കട്ടെ പാവം. സച്ചിട്ടൻ കാരണം എന്റെ വലിയ സ്വപ്നം ഇല്ലാതായി എന്നറിഞ്ഞ സച്ചിട്ടൻ ചിലപ്പോ എന്നിൽ നിന്ന് അകന്നു പോവും. എനിക്ക് പിന്നെ വേറെ ആരോ ഉള്ള? എന്റെ സച്ചേട്ടൻ കഴിഞ്ഞ എനിക്ക് വേറെ ആരോ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അർച്ചനയുടെ ഭാഗ്യ സച്ചി. നേരത്തെ എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ മാറ്റി നിർത്തി എന്തിനാണെന്നറിയോ? ചെക്കപ്പിൽ അർച്ചനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അർച്ചനെ അറിയിക്കരുതെന്ന് പറയാനാ. പക്ഷേ അർച്ചനയ്ക്കല്ല, സച്ചിക്ക് ആ പ്രോബ്ലം എന്ന് എനിക്ക് ആ മുഖത്ത് നോക്കി പറയാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിൽ ആദ്യ ഇങ്ങനെ ഒരു അനുഭവം. ഇനിയെല്ലാം അർച്ചനയുടെ കയ്യിലാ. അയാൾ കാരണമാണ് എല്ലാവരുടെയും സ്വപ്നങ്ങൾ തകർന്നതെന്ന് ഒരിക്കലും അയാൾ അറിയരുത്. അർച്ചനയുടെ ഉത്തരവാദിത്വം. പല സന്ദർഭങ്ങളിലും പറയണമെന്ന് തോന്നിയാലും മനസ്സിനെയും വാക്കുകളെയും അർച്ചന നിയന്ത്രിക്കണം. എന്റെ അഭിപ്രായത്തിൽ ഒരു കുഞ്ഞെന്നുള്ള ആഗ്രഹം അർച്ചന ആദ്യം മറക്കണം. അപ്പൊ സച്ചിയും മറന്നു തുടങ്ങും. എന്നിട്ട് തനിക്ക് സച്ചിയും സച്ചിക്ക് താനും മാത്രമാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കണം. പിന്നീട് എപ്പോഴെങ്കിലും
സച്ചിക്ക് മനസ്സിലാകുന്ന ഘട്ടം വന്നാൽ മാത്രം പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെ ഒരു സന്ദർഭം വന്നില്ലെങ്കിൽ ഈ രഹസ്യം അർച്ചനയുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. ശരി ഡോക്ടർ, ഞാൻ കാരണം സച്ചേട്ടൻ ഇത് ഒരിക്കലും അറിയില്ല. രണ്ടുപേരും ഒരേ കാരണത്തിൽ തകർന്നു പോകുന്നതിലും ഭേദം ഞാനങ്ങ് മനസ്സിലടക്കി പിടിക്കുന്നതല്ല. എനിക്ക് എന്റെ സച്ചേട്ടൻ മാത്രം മതി, അത് മതി. സച്ചേട്ടന്റെ പ്രശ്നം കൊണ്ട് എനിക്കൊരു കുഞ്ഞായില്ലെന്ന് കരുതി എനിക്കൊരു പ്രശ്നവുമില്ല. നന്ദിയുണ്ട് ഡോക്ടറോട് സച്ചേട്ടനെ ഇത് അറിയിക്കാത്തതിൽ. ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് മുന്നോട്ട് ജീവിച്ചോളാം. എന്താ അർച്ചന? അർച്ചന, എന്തിനാ താൻ കരയുന്നേ? ഡോക്ടർ എന്താ പറഞ്ഞേ? താനെന്തിനാ കരയുന്നേ? നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും സച്ചേട്ടാ. ഒരു തടസ്സമില്ലെന്ന ഡോക്ടർ പറഞ്ഞു. ഞാനെന്റെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. വൈകാതെ നമ്മള് അച്ഛനും അമ്മയാവുന്ന പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോ സച്ചേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.